വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ പറശ്ശിനിക്കടവിലാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അപൂർവമായ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. 1982 മുൻ മന്ത്രി എം വി രാഘവൻ സ്ഥാപിച്ച ഈ പാർക്ക് പാമ്പുകളെ കുറിച്ചുള്ള ഭീതിയും അജ്ഞതയും നീക്കുകയും അവയുടെ സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്തു. രാജവെമ്പാല, മൂർഖൻ, റസൽസ് വൈപ്പർ, പൈത്തൺ തുടങ്ങിയ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ നിരവധി പാമ്പുകൾ ഇവിടെ കാണാം. പാമ്പുകൾക്ക് പുറമെ മുതല, ഉടുമ്പ്, കുരങ്ങ്, പക്ഷികൾ തുടങ്ങിയ ജീവികളെയും പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഒരു അക്വേറിയമാണ് കാണാൻ കഴിയുക. പുറത്ത് ഒരു വലിയ ടാങ്കിൽ ഒരുപാട് വലിയ മത്സ്യങ്ങളെയും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാൻ ഭംഗിയുള്ള വലുതും ചെറുതുമായ ഒരുപാട് മത്സ്യങ്ങളെ ഇവിടെ കാണാം. ഓരോ മത്സ്യത്തിന്റെയും പേര് കൂടാതെ ശാസ്ത്രീയ നാമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം ഒരുപാട് പേർ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്നും കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരമാണ് പറശ്ശിനിക്കടവ് പാർക്കിലേക്കുള്ളത്. 20ഓളം വ്യത്യസ്ത മത്സ്യങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. അതൊരു കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു. എത്ര കണ്ടാലും മതിവരാത്ത ജീവികൾ തന്നെയാണ് മീനുകൾ. അക്വേറിയത്തിൽ നിന്നും പുറത്തിറങ്ങി നമ്മൾ പോകുന്നത് ഒരു പൂന്തോട്ടം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നമുക്ക് ഒരുപാട് ചെടികൾക്കിടയിലുള്ള ഒരു വലിയ മണ്ണിന്റെ പുറ്റാണ് കാണാൻ കഴിയുക. പാമ്പുകളുടെ സ്ഥിരമായ ആവാസ കേന്ദ്രമാണ് ഈ പാമ്പിൻ പുറ്റ്. ഒരു വലിയ മനുഷ്യനിർമ്മിതമായ ഒരു പാമ്പിൻ പുറ്റും പിന്നെ അതിൽ വളരെ ഭംഗിയുള്ള പാമ്പുകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കാണാം. നല്ല രസമുള്ളതും പേടിപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. കണ്ടാൽ ജീവനുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പാമ്പുകളെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. ചെല്ലുമ്പോൾ ചുമരിൽ തന്നെ ഒരു പാമ്പിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഒരു 3D ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടാൽ യഥാർത്ഥ പാമ്പാണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അതിന്റെ നിർമ്മാണം. അതിന് തൊട്ടോ കൂടെ നിന്നോ നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് നടന്നു. അടുത്തതായി ആമകളുടെ കൂട്ടമായിരുന്നു. ഒരുപാട് ആമകളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ, ഇവിടെയും സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന മട്ടിലായിരുന്നു ഒരു ആമച്ചേട്ടന്റെ നോട്ടം. എല്ലാം കേരളത്തിൽ തന്നെ കാണപ്പെടുന്ന കറുത്ത ആമകളായിരുന്നു. വെളുത്തതോ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതോ ആയ ഒരു ആമകളെയും നമുക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. അടുത്തത് നമ്മൾ പോയത് നമ്മുടെ പൂർവികന്മാരാണെന്ന് പറയപ്പെടുന്ന വാനരന്മാരുടെ അടുത്തേക്കാണ്. എന്തൊക്കെയോ കഥകൾ പറഞ്ഞിരിപ്പാണ്. എത്രയായാലും കൊമ്പിൽ തൂങ്ങി ചാടി മറിഞ്ഞ് വികൃതിയും കാട്ടി നടക്കുന്ന ഇവരെ ഇങ്ങനെ കൂട്ടിലടച്ചിട്ട് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സസ്യങ്ങളെയും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അടുത്ത ഊഴം എമുവിൻ്റെതാണ്. നിൽക്കാൻ നേരവുമില്ല, പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന മട്ടിൽ തിരക്ക് പിടിച്ച നടത്തത്തിലാണ് ആശാൻ. എമുവിന്റെ മുട്ട പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണാൻ കഴിയും. എമു കൂടാതെ പക്ഷികളിൽ
പരുന്ത്, മൂങ്ങ, മയിൽ തുടങ്ങിയവയും കൂടി അവിടെ കാണാം. രണ്ടോ മൂന്നോ തരം പരുന്തുകളെ കാണാൻ പറ്റും. മയിലിന്റെ കൂടിന്റെ കള്ളികൾ വളരെ ചെറുതായിരുന്നു. നല്ല രീതിയിൽ കാണുന്നതിനെ ഇത് തടസ്സം ചെയ്യുന്നു. ഇനിയാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലെ വീരന്മാരായ പാമ്പുകളെ കാണാൻ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് ഒരു പെരുമ്പാമ്പിനെയാണ്. ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു വിഷാദ ഭാവത്തിലാണ്. അവിടെ കിടന്നിരുന്ന ഒന്നല്ല, ഒരുപാട് പെരുമ്പാമ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും മുഖഭാവം ഒന്നു തന്നെ. അപ്പോൾ വിശന്നിട്ടല്ല എന്ന് മനസ്സിലായി. അവയുടെ സ്ഥായി ഭാവം തന്നെയാണത്. ഒരാൾ ഒരു മരത്തിന്റെ മുകളിലൂടെ കയറി ഇര പിടിക്കാനെന്നോണം കയറി പോകാമെന്നുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. പാമ്പുകളെ കാണാനും പേടി കൂടാതെ അടുത്തു നിൽക്കാനും കഴിയുന്നത് ഇതുപോലുള്ള സ്നേക്ക് പാർക്കുകളിൽ മാത്രമാണ്. അത് കഴിഞ്ഞ് മൂർഖന്റെ കൂടിനടുത്തേക്കാണ് പോയത്. മൂർഖൻ അതിന്റെ തോലുരിയുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമുക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞു, എങ്ങനെയാണ് പാമ്പ് അതിന്റെ തോലുരിയുന്നതെന്ന്. ഭൂമിയുടെ അവകാശികളാണ് പാമ്പുകളെന്ന് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്ദർശകരെ പാമ്പുകളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ഓരോ മണിക്കൂറിലും ക്ലാസുകളും നടത്തപ്പെടുന്നു. പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പാമ്പു വിഷം ശേഖരിക്കുന്നതിനുള്ള ഗവേഷണ പരീക്ഷണശാലയും ഇവിടെ പ്രവർത്തിക്കുന്നു. ആയുർവേദം, അലോപ്പതി, പരമ്പരാഗത ചികിത്സാ രീതികൾ എന്നിവ സംയോജിപ്പിച്ച് പാമ്പുകടിയേറ്റ് ചികിത്സിക്കുന്നതിൽ ഈ കേന്ദ്രം മുൻപന്തിയിലാണ്. അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരുപാട് ഓന്തുകളെയാണ്. ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ തന്നെ വീക്ഷിക്കുകയായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ. ഡൈനോസറുകളുടെ പിൻഗാമികളായിരിക്കാം ഊന്തുകൾ. രണ്ട് കാലിൽ നിന്ന ഡൈനോസറിനെ പോലെയും തീ തുപ്പുന്ന ഡ്രാഗണിനെ പോലെയൊക്കെ തോന്നും. അവിടെ നിന്നും നമ്മൾ പോയത് ഉരകങ്ങളിലെ ശക്തിശാലിയും കൗശലക്കാരനുമെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന മുതലകളെ കാണാൻ വേണ്ടിയാണ്. ഒരുപാട് മുതലകളെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. കാണുമ്പോൾ ഇഷ്ടം തോന്നാത്ത ഒരു ജീവി വിഭാഗമാണ് മുതലകൾ. ഒരു വൃത്തികെട്ട കോലവും അതിന്റെ രൂപവും മുകളിലുള്ള മുള്ളുപോലുള്ള തൊലിയും അറപ്പ് തോന്നിക്കുന്ന തരത്തിലാണ് മുതലകളുടെ രൂപം. കൂടാതെ അവിടെ സ്റ്റീവ് ഇർവിന്റെ ഒരു പ്രതിമയും ഉണ്ടായിരുന്നു. ഒരു മുതലയെ പിടിച്ചു നിൽക്കുന്ന പ്രതിമ. അതിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോകൾ എടുക്കാം. പറശ്ശിനിക്കടവിൽ മാത്രമാണ് സ്റ്റീവ് ഇർവിന്റെ ഇതുപോലുള്ള ഒരു സ്റ്റാച്യു കണ്ടിട്ടുള്ളത്. സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ക്രോക്കോഡൈൽ ഹണ്ടർ എന്ന പേര് ആദ്യം ഓർക്കപ്പെടും. 1962 ഫെബ്രുവരി 22 ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ജനിച്ച അദ്ദേഹം തന്റെ ജീവിതം മുഴുവനും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനുമായി ചെലവഴിക്കുകയായിരുന്നു. 2006 സെപ്റ്റംബർ 4 ഗ്രേറ്റ് ബാരിയർ റീഫിൽ ഒരു അണ്ടർ വാട്ടർ ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിനിടെ തിരണ്ടി മത്സ്യത്തിന്റെ ആക്രമണത്തിൽ ഇർവിൻ മരിച്ചു. പാമ്പുകൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. തുടർച്ചയായി പാമ്പുകളുടെ കൂട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ കൂടുതൽ പാമ്പുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള പാമ്പുകളെ നമുക്കവിടെ കാണാൻ കഴിയും. കേരളത്തിൽ കണ്ടുവരുന്ന ചേര, പച്ചപ്പാമ്പ്. ഈ പച്ചപ്പാമ്പിന്റെ ആ നിൽപ്പ് നല്ല രസമായിരുന്നു. കൂടാതെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാമ്പാണ് ഇരുതലമൂരി. അതിനെയും അവിടെ നമുക്ക് കാണാൻ കഴിയും. 2 തല ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പാമ്പുള്ളത്. വാലും തലയായിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കണം അതിനെ ഇരുതലമൂരി എന്ന് പറയുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. 16 കിലോമീറ്ററാണ് അവിടെ നിന്നുള്ള ദൂരം. റോഡ് വഴി കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന ദേശീയപാത NH17 വഴിയിലെ 2 കിലോമീറ്റർ അകലെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്.
ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ സമയമെടുക്കും ഇവിടെ മുഴുവൻ കാണുന്നതിനു വേണ്ടി. പാർക്കിന്റെ പരിപാലനത്തിനും സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുമായി ഇവിടെ പ്രവേശന ഫീസ് ഈടാക്കപ്പെടുന്നുണ്ട്. വംശനാശത്തിനടുത്തു നിൽക്കുന്ന പല ഉരകവർഗങ്ങളുടെയും സംരക്ഷണത്തിലും വളർച്ചയിലും ഈ പാർക്ക് വലിയ പങ്ക് വഹിക്കുന്നു. ഒരു വലിയ ചില്ലുകൂട്, അതിൽ ഒരുപാട് മൂർഖൻ പാമ്പുകളെയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. മൂർഖൻ പാമ്പുകൾ ഇടപിഴഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മുടെ രാജാവിന്റെ എൻട്രിയാണ്. പുറത്തേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് രാജവെമ്പാലയെ നമുക്ക് കാണാൻ കഴിയുക. ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ് രാജാവ്. ഇതൊക്കെയാണ് നമ്മുടെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ കാണാൻ കഴിയുന്ന പക്ഷിമൃഗാദികൾ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തു പോകുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. അവിടെ ഒരുപാട് ലഘുഭക്ഷണശാലകളും ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ച് അല്പസമയം വിശ്രമിച്ച് നമുക്ക് പുറത്തേക്ക് പോകാം. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് പ്രകൃതിയോടുള്ള സ്നേഹവും പാമ്പുകളെക്കുറിച്ചുള്ള അറിവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്. കുടുംബസമേതം സന്ദർശിക്കാൻ അനുയോജ്യമായ ഈ പാർക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്കുള്ള ഒരു ജാലകമാണ്.